कुഞ്ഞिന്റെ अच्ഛൻ अनवर हुसैन നമുക്കൊപ്പം വീണ്ടും ചേരുകയാണ്. अनवर हुसैन, कल आपके घर पर क्या हुआ? इधर हुआ था दो लड़की ने कब्जा करा था, मारपीट करा था। मारपीट करके अम्मा को छुटो वाला लड़के अम्मा को फोन करा था। अम्मा आके दो लड़की को दुई चोर लगा के, इसको दुई चोर लगा के, इसको दुई चोर लगा दिया। लगा के छोटो वाला लड़की को मेरे पास लोग काम इधर करता और ड्यूटी करता इधर लोके गया मैं। अब बड़ो वाला एकदम छोटो वाला रूम को छोड़ के गया था। और छोटो वाला रूम को छोड़ के बड़ो वाला किधर घूम के गया, बैग से कपड़ा लेके किधर बाहर चला गया। क्या आपकी पत्नी ने उससे पीड़ा? हाँ, दो चोर लगा दिया, दोनों को चोर लगाया। मारपीट करा था ना, दोनों को चोर लगा दिया। एक समान दोनों को पीड़ा? हाँ, दोनों को पीटा। क्या घर पर कोई समस्या थी? नहीं, यार समस्या नहीं है, यार समस्या नहीं, दूसरा समस्या नहीं है। कल घर पर क्या हंगामा हुआ? नहीं, घर पर हमारा नहीं हुआ, कोई हलमा नहीं हुआ। क्या बेटी पहले भी अकेली बाहर गई है? अकेले बाहर गया है। पहले भी? नहीं, पहले भी नहीं गया है, फांस गया था। पहले भी नहीं गया है, फांस गया था। क्या आप बच्चे को मारते पीटते? नहीं, मारते पीटते किधर है, नहीं है। ओ बहन क्यों लेडी कल? क्या? कल आपके घर पर क्या हुआ? बहन क्यों लेडी? नहीं, घर पर नहीं है, कोई नहीं हुआ, कुछ भी नहीं हुआ। आपको कितने बच्चे हैं? 4 बच्चे हैं। 4? वो बहन 4 बच्चे है। वो बहन लेडी? हाँ, मैंने। और उस समय आपकी पत्नी उसे पीड़ा? मेरे इसमें पीड़ा। और असम में घर पर कौन कौन है? असम में घर पर मेरा पत्नी भी नहीं है, मेरा बीवी भी नहीं है, कोई भी नहीं है। मैं ड्यूटी में था। ड्यूटी में मेरा लड़की छुटो वाला लड़की फोन करके मेरा अम्मा को बोला मेरा दीदी मेरे को मार रहा है, आप मेरे को लेके जाओ। तो अम्मा लोग क्या इधर आके देखा ऐसा बात है। दोनों को मारपीट किया था, दोनों को करके इसको 200 लगा दिया, इसको 200 लगा के छुटो वाला लोग के साथ लोग गया। इधर काम ड्यूटी कर रहा है, इधर लोग गया। ठीक है, धन्यवाद जी। ठीक है। വീട്ടിൽ സഹോദരങ്ങൾ തമ്മിൽ അടിയുണ്ടായി. അപ്പോൾ അമ്മ 2 പേർക്കിട്ടും അടി കൊടുത്തു എന്നാണ് ഇപ്പോൾ അച്ഛൻ പറയുന്നത്. അപ്പോൾ ഇന്നലെ വീട്ടിൽ എന്താണ് സംഭവിച്ചത് എന്നതിനൊരു വ്യക്തത നമുക്ക് വന്നു കഴിഞ്ഞു. ഈ കുഞ്ഞ് മാത്രമല്ല, ഈ കുഞ്ഞിൻ്റെ 4 പേരാണ്. അതിൽ മൂത്ത സഹോദരനാണ് ബംഗളൂരുവിലുള്ളത്. ബാക്കി 3 കുഞ്ഞുങ്ങൾ വീട്ടിലുണ്ട്. 2 പേർ തമ്മിൽ അടിയുണ്ടായി, വഴക്ക് അടിയിലേക്കെത്തി. അപ്പോൾ അമ്മ 2 പേർക്കും ഇട്ട് അടി കൊടുത്തു. അതിനുശേഷമാണ് 50 രൂപയും എടുത്തുകൊണ്ട് മൂത്ത കുട്ടിയെ ഇതിനെയായിരിക്കാം കൂടുതൽ ശാസിച്ചിട്ടുണ്ടാവുക. ശ്രീജിത്ത് നമുക്കൊപ്പം തുടരുന്നുണ്ടെന്ന് കരുതുന്നു. ശ്രീജിത്ത്, ആ വീട്ടിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ഒരു ഏകദേശ ധാരണയായി. വീട്ടിൽ ഈ 3 സഹോദരങ്ങൾ, അതിൽ 2 പേർ തമ്മിലാണ് ഈ വഴക്ക് കൂടിയത്. ആ വഴക്ക് പരിധി വിട്ടപ്പോഴാണ് അമ്മ ഇടപെട്ടത്. അമ്മ 2 പേരെയും തല്ലി. അപ്പോൾ ഈ കുഞ്ഞ് അതിൽ പിണങ്ങിയാണ് വീട് വിട്ടിറങ്ങിയത് എന്നതാണ് ഇപ്പോൾ അച്ഛനോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അസമിൽ അങ്ങനെ ഈ കുട്ടി അങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ പാകത്തിൽ അവിടെ ഇപ്പോൾ ആരും അങ്ങനെ ഇല്ല എന്നതും കൂടി പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം ഈ കുഞ്ഞ് കന്യാകുമാരി വരെ പോയി തിരിച്ചു വരാനുള്ള ഒരു സാധ്യത കൂടുന്നുവെന്നല്ലേ? തീർച്ചയായും കന്യാകുമാരിയിലേക്കാണ് ഈ കുട്ടി പോയത്. അപ്പോൾ ട്രെയിൻ ഏത് ദിശയിലേക്കാണ് പോയത് എന്നൊക്കെ മനസ്സിലാക്കാൻ ഈ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന പരിചയം ഈ കുട്ടിക്കുണ്ടോ എന്ന കാര്യം സംശയമാണെന്നാണ് പോലീസുകാർ പറയുന്നത്. മാത്രമല്ല, ഈ കുട്ടിക്ക് അത്രയും ദൂരം സഞ്ചരിക്കാനുള്ള പരിചയമോ അല്ലെങ്കിൽ അതിനുള്ള പണമോ കയ്യിലില്ല. അപ്പോൾ അത്രയും ദൂരമൊന്നും അസമിലേക്ക് തിരിച്ചു പോകാനുള്ള സാധ്യത, അവിടെ ആരെങ്കിലും കണ്ടെത്താനുള്ള സാധ്യതയൊക്കെ തന്നെ കുറവാണ്. മാത്രമല്ല, കന്യാകുമാരി ട്രെയിനിലേക്ക് പോയി എന്നുള്ള കാര്യത്തിൽ ഫോട്ടോ അടക്കമുള്ള തെളിവുകളും പോലീസിൻ്റെ ഭാഗത്ത് ലഭിച്ചിട്ടുണ്ട്. കന്യാകുമാരിയിൽ ഈ കുട്ടി എത്തിയെന്ന് സ്ഥിരീകരിക്കാവുന്ന മറ്റ് ഓട്ടോ ഡ്രൈവറുടെ മൊഴിയും മറ്റും പോലീസിൻ്റെ പക്കൽ ഇപ്പോൾ അവർക്ക് അത്തരം വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടി കന്യാകുമാരിയിൽ എത്തി അവിടെ നിന്ന് തിരിച്ചു വരും, അതും സുരക്ഷിതമായി തിരിച്ചു കൊണ്ടുവരാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയാണ് പോലീസും പ്രകടിപ്പിക്കുന്നത്. എന്തായാലും മറ്റ് ആപത്തൊന്നും സംഭവിക്കാതിരിക്കാനുള്ള സാധ്യതകളും ഉണ്ട്. കാരണം ഈ പൈയിലെ പണം തീരുമ്പോൾ ഒരുപക്ഷെ കുട്ടി ആരെങ്കിലും സമീപിച്ച് സുമനസ്സുകളായ ആളുകൾ അവരെ തിരിച്ച് ഈ സ്ഥലത്തേക്ക് എത്തിക്കാനുള്ള ഇടപെടൽ നടത്തും എന്ന പ്രതീക്ഷയും പോലീസ് ഇതിനൊപ്പം പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും പോലീസ് വളരെ വ്യാപകമായ പരിശോധനയാണ് തിരുവനന്തപുരത്ത്
ഈ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് നടത്തുന്നത്. വന്ന ട്രെയിനുകളെല്ലാം പരിശോധിക്കുന്നുണ്ട്, പ്ലാറ്റ്ഫോമുകൾ പരിശോധിക്കുന്നുണ്ട്. ഇപ്പോൾ കന്യാകുമാരിയിൽ നിന്ന് വന്ന് തമ്പാനൂർ വഴി കടന്നുപോയ ജയന്തി ജനത എക്സ്പ്രസിൽ പട്രോളിംഗ് ടീമിനെ വരെ നിയോഗിച്ച് പരിശോധന നടത്തുന്നുണ്ട്. അതിനു മുമ്പ് തന്നെ ഇവിടെ വന്നപ്പോൾ എല്ലാ ട്രെയിനുകളിലെയും ഈ ട്രെയിനിലെ ജയന്തി ജനത എക്സ്പ്രസിലെ എല്ലാ ബോഗികളും പരിശോധിച്ചു. ഈ പരിശോധനയിലൊന്നും കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കുട്ടിയെ ഈ പുറത്തുള്ള ഓട്ടോറിക്ഷക്കാരെ അടക്കം കുട്ടിയുടെ ഫോട്ടോ കാണിച്ചുകൊണ്ട് പോലീസ് നമുക്ക് അവരെ ഈ കുട്ടിയെ കണ്ടിട്ടുണ്ടോ, കുട്ടി എവിടെ ഇതുവഴി കടന്നു പോയിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കുന്നുണ്ടായിരുന്നു, ചോദിച്ചറിയുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ വനിതാ പോലീസിൻ്റെ ടീമും ഒപ്പം തന്നെ സ്പെഷ്യൽ ബ്രാഞ്ചും മറ്റ് റെയിൽവേ പോലീസ് അടക്കമുള്ള ആളുകളും ഈ കുട്ടിയെ കണ്ടെത്താനുള്ള വ്യാപകമായ തെരച്ചിലാണ്. എന്തായാലും 24 മണിക്കൂറായിരിക്കുന്നു കുട്ടി വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ട്. വീട്ടിലുണ്ടായ ചെറിയ കുട്ടികൾ തമ്മിലുള്ള വഴക്ക്, ആ വഴക്കിൽ പ്രകോപിതയായിട്ടാണ് കുട്ടി ഈ 50 രൂപയും എടുത്ത് വീട് വിട്ടിറങ്ങിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതാണ് ഇപ്പോൾ സുജയ കുട്ടിയുടെ പിതാവുമായി സംസാരിച്ചപ്പോഴും പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഈ കുട്ടിയെ കണ്ടെത്താനുള്ള വ്യാപകമായ ശ്രമം, വ്യാപകമായ തെരച്ചിൽ നടക്കുകയാണ്. കുട്ടി സുരക്ഷിതമായി തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും. ആർ ശ്രീജിത്ത്, ഇപ്പോൾ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ, കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ 6 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. അതിൽ വലിയ തിരക്കൊന്നുമില്ലാത്ത സ്ഥലമാണ്. നേരത്തെ ടി വി പ്രസാദ് അക്കാര്യം പറയുന്നുണ്ടായിരുന്നു. അവിടെ തിരിച്ചിങ്ങോട്ടുള്ള ഏതെങ്കിലും ട്രെയിനിൽ കയറി പറ്റുക, ഈ കുഞ്ഞിന് ദിക്കൊക്കെ അറിയാമായിരിക്കുമോ ശ്രീജിത്ത്? അതായത് അസമിലേക്ക് പോകേണ്ടത് എങ്ങോട്ടാണ് എന്ന് പോലും അറിയാതെ ആ കുഞ്ഞ് കിട്ടിയ ഒരു ട്രെയിനിൽ കയറിയിരിക്കുകയാണ്. ടിക്കറ്റ് ഒന്നും എടുക്കാതെ കിട്ടിയ സീറ്റ് കണ്ട ഒരു ട്രെയിനിൽ കയറിയിരിക്കുകയാണ്. അങ്ങനെയാണ് കന്യാകുമാരിയിൽ എത്തിയതെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതിന് തിരിച്ചു വരാനായി തിരുവനന്തപുരത്തേക്ക് വരാൻ ആരോടെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഭാഷയും അറിയില്ല. ഈ ഇതര സംസ്ഥാനക്കാരായ ആരെങ്കിലും സഹായിച്ചാൽ മാത്രമാണ്, അല്ലെങ്കിൽ ഭാഷ അറിയാവുന്ന ആരെങ്കിലും സഹായിച്ചാൽ മാത്രമാണ് ആ കുഞ്ഞിന് തിരിച്ചു വരാനുള്ള വഴിയെങ്കിലും മനസ്സിലാക്കാൻ കഴിയുക. തിരുവനന്തപുരത്ത് വന്നിട്ടും അധികകാലമായില്ലല്ലോ അല്ലേ ശ്രീജിത്ത്? തിരുവനന്തപുരത്തേക്ക് ഇവർ വന്നത് അസമിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് വരികയായിരുന്നില്ലേ? അതിനു മുൻപ് മറ്റെവിടെയെങ്കിലും ജോലിക്കോ മറ്റോ ഇവർ ഉണ്ടായിരുന്നോ? മറ്റെവിടേക്കെങ്കിലും ജോലിക്ക് പോയതായിട്ട് ഇപ്പോൾ നമുക്ക് പോലീസിൽ നിന്നും മറ്റും വിവരം ലഭിക്കുന്നില്ല. എന്നാൽ സുജയ സൂചിപ്പിച്ച പോലെ ഈ കുട്ടിക്ക് അസമിലേക്ക് പോകേണ്ട ദിശ ഏതാണ്, അല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് കടന്നു പോകുന്ന ട്രെയിനുകൾ ഏത് ഭാഗത്തേക്കാണ് പോകുന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല എന്ന് മനസ്സിലാക്കുന്നു. ആകെ 50 രൂപ വീട്ടിൽ നിന്ന് എടുത്തിറങ്ങിയ കുട്ടി 10 രൂപ ഒരുപക്ഷെ തമ്പാനൂർ വരെ എത്താനുള്ള ബസ് കൂലിയായി കൊടുക്കേണ്ടി വന്നേക്കാം. കാരണം ബസ്സിൽ കേരളത്തിൽ കുട്ടികൾക്കൊന്നും ഫ്രീ ഇല്ലല്ലോ. അപ്പോൾ കുട്ടികൾക്ക് എടുക്കേണ്ട ഒരു 10 രൂപ മിനിമം ചാർജ് നൽകി തമ്പാനൂരെത്തി ഈ കുട്ടി കിട്ടിയ ട്രെയിനിൽ കയറി പറ്റിയതാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരുപക്ഷെ അത് അസമിലേക്ക് പോകുന്ന ട്രെയിനാണെന്നോ മറ്റോ ഉദ്ദേശിച്ചിട്ടുണ്ടാകാമെന്നും വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. എന്നാൽ അങ്ങനെ കന്യാകുമാരിയിൽ എത്തിയാൽ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഈ ഒരു ദിശയിലേക്ക് മാത്രമേ ട്രെയിനുള്ളൂ. പിന്നീട് മറ്റു ദിശയിലേക്ക് കടന്നു പോകുന്ന ട്രെയിനുകൾ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് തിരുവനന്തപുരം ഭാഗത്തേക്ക് ട്രെയിനിലേക്കും മടങ്ങി വരികയാണെങ്കിൽ തിരുവനന്തപുരം ഭാഗത്തൂടെ മാത്രമേ കടന്നു വരാൻ കഴിയൂ എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ദിശ തെറ്റാനുള്ള സാധ്യതയില്ല. എന്നാൽ കുട്ടിക്ക് ഈ പൈസയും മറ്റും ഇല്ലാത്തതുകൊണ്ട് ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന കുട്ടിയെ മറ്റുള്ളവർ നോട്ടമിടാനുള്ള സാധ്യത കണക്കിലെടുത്ത് ക്രിമിനൽ സംഘങ്ങളും മറ്റും ഈ ട്രെയിൻ കേന്ദ്രീകരിച്ചൊക്കെ ഇടപെടുന്നവർ ക്രിമിനൽ സംഘങ്ങളും മറ്റും ഉണ്ടല്ലോ, അവരൊക്കെ തന്നെ അങ്ങനെ കുട്ടിയെ അവരുടെ കണ്ണിൽപ്പെടാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള എല്ലാ സാധ്യതകളും പരിശോധിച്ചുകൊണ്ടുള്ള ഒരു കർശനമായ പരിശോധനയ്ക്കാണ് പോലീസ് ഇപ്പോൾ നടത്തുന്നത്. ആ പരിശോധനയുടെ ഭാഗമായിട്ടാണ് ട്രെയിനുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ഇപ്പോൾ ഈ തിരുവനന്തപുരത്തിന് ഇടയ്ക്കുള്ള മറ്റ് റെയിൽവേ സ്റ്റേഷനുകളിൽ ഏതെങ്കിലും ഈ കുട്ടി ഇറങ്ങിയിരിക്കുമോ? കാരണം ഈ പോലീസും മറ്റും പരിശോധിക്കുന്നത് കണ്ട് ഉള്ള അത്തരത്തിൽ ആശങ്ക കൊണ്ട് ഇറങ്ങാനുള്ള സാധ്യതയുണ്ടോ? ആ കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് പരിശോധിക്കുകയാണ്. കാരണം തിരുവനന്തപുരത്തിനിടയ്ക്ക് നെയ്യാറ്റിൻകര, ഒപ്പം തന്നെ പാറശാല അടക്കമുള്ള സ്റ്റേഷനുകളുണ്ട്. ചെറുതും വലുതുമായി ഈ സ്റ്റേഷനുകളിലെല്ലാം ഇപ്പോൾ പോർട്ടർമാരോട് അടക്കം പോലീസ് ഈ കുട്ടിയുടെ ഫോട്ടോ കാണിച്ച് അവരെ കണ്ടിട്ടുണ്ടോ എന്ന കാര്യം നോക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കാരണം ഈ ട്രെയിനിൽ വന്നിറങ്ങാനുള്ള സാധ്യത ഇപ്പോഴും അവർ ഉപേക്ഷിക്കുന്നില്ല. കാരണം കന്യാകുമാരിയിൽ നിന്ന് ഇങ്ങോട്ട് വന്ന രാവിലത്തെ ഏറ്റവും പാസഞ്ചർ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ട്രെയിനാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഈ ട്രെയിന് കുട്ടി ഉണ്ടോ എന്ന പരിശോധന ഇപ്പോഴും പോലീസ് തുടരുകയാണ്.